നമ്മുടെ ഇന്റഗ്രേഷൻ 1 എക്സാം എല്ലാവരും കംപ്ലീറ്റ് ചെയ്തല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക് എക്സാം എന്നത് ഈ വീഡിയോയുടെ താഴെയായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിരുന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് എഴുതി എൻ്റെ മക്കൾ. ഇനി നന്നായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല, നമുക്ക് അടുത്ത എക്സാമിന് പിടിക്കാനേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഉത്തരങ്ങളൊന്ന് ചർച്ച ചെയ്യാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നും എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്തതെന്നും എൻ്റെ മക്കൾ എല്ലാവരും ശരിയാണോ എഴുതിയെന്നൊക്കെ ഉള്ളത് മിസ് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഓരോ ആൻസേഴ്സ് ആയിട്ടും എൻ്റെ മക്കൾക്ക് മിസ് ഇപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ശരിയാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ വേഗം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടമുള്ള ഏത് ഇമോജിയാണോ അതൊക്കെ എൻ്റെ മക്കൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ഇൻ്റഗ്രേഷൻ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രവർത്തനം 1, ആടാം പാടാം വരയ്ക്കാം വായിക്കാം. ആടാം പാടാം വരയ്ക്കാം വായിക്കാം, വളരെ സിമ്പിൾ. ആദ്യത്തെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിവിടെ ആടാം പാടാം വരയ്ക്കാം വായിക്കാം എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട്. ഇനി എന്നതിന് ശേഷം ഒരു കുട്ടി എന്ത് ചെയ്യുക, പടം വരയ്ക്കുന്ന, ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രം കൂടി തന്നിട്ടുണ്ട്. ഇതിന് എൻ്റെ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് കളർ ചെയ്തോ, നന്നായിട്ട് കളർ ചെയ്തോ, പുറത്തൊന്നും പോവാതെ നല്ല ഭംഗിയായിട്ട് കളർ ചെയ്തോ എല്ലാവരും. ഓക്കെ, then അടുത്തത് നോക്കാം. വളരെ സിമ്പിൾ ആയിരുന്നു ആദ്യത്തത്. അടുത്തത് നോക്കാം. അടുത്ത പ്രവർത്തനം 2, വായിക്കൂ നിറം നൽകൂ. ഓക്കെ, വായിക്കൂ നിറം നൽകൂ എന്നുള്ളതാണ്. ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നക്ഷത്രങ്ങളെ തന്നിട്ടുണ്ട്. ആ നക്ഷത്രങ്ങൾക്ക് അടിപൊളിയായിട്ട് നിറം കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മാർക്കും നേടാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ എന്താണ്, ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ഏത് നിറം നൽകാനാണ് പറഞ്ഞത്? ചുവപ്പ് നിറം നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചുവപ്പ് നിറം എടുക്കാം. എന്നതിന് ശേഷം ചെറിയ നക്ഷത്രങ്ങൾ ആരാ? ഇവരാണ് നമ്മുടെ ചെറിയ നക്ഷത്രങ്ങൾ. അപ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചുവപ്പ് നിറം കൊടുക്കാം. ഓക്കെ, യെസ് ഓക്കെ. അടുത്തതിന് നമുക്ക് എന്ത് ചെയ്യാം, ചുവപ്പ് നിറം കൊടുക്കാം. അടിച്ചു വന്നപ്പോൾ കൊള്ളാവുന്നുണ്ട്. ഓക്കെ, ചെറിയ 2 നക്ഷത്രങ്ങൾ നമ്മൾ ചുവപ്പ് നിറം കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യത്തേത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ, വലിയ നക്ഷത്രം നീല നിറമാണ് നൽകേണ്ടത്. വലിയ നക്ഷത്രത്തിന് ഏത് നിറമാണ് മക്കളെ നൽകേണ്ടത്? നീല നിറമാണ് നൽകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നീല കൊടുക്കാനായിട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, വലിയ നക്ഷത്രത്തിന് നീല നിറം കൊടുക്കാം. ഭംഗിയായിട്ട് നിറം കൊടുക്കണം എൻ്റെ മക്കള്. ഓക്കെ, അപ്പോൾ വലിയ നക്ഷത്രത്തിൻ്റെ മിസ് നീല കൊടുക്കുകയാണ്. കുറച്ച് ഭംഗിയായിട്ട് കൊടുത്തോ. മിസ് ഇപ്പോൾ സ്പീഡിന് വരയ്ക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരയ്ക്കുന്നത്. എൻ്റെ മക്കൾ സൂക്ഷിച്ച് വരച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇഷ്ടമാണോ നിറം നൽകാനായിട്ട്? വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ആക്ടിവിറ്റിയാണ്. വലിയ നക്ഷത്രത്തിന് നമ്മൾ എന്ത് കൊടുത്തു? നീല നിറം കൊടുത്തു. ഓക്കെ, നീല നിറം കൊടുത്തു. എന്നതിന് ശേഷം അടുത്തത് നോക്കാം. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തത് കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ, ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം നൽകാം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, നല്ല ഭംഗിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിസ് നിങ്ങൾക്ക് ഏത് നിറമാണോ ഇഷ്ടം, ഏത് നിറമാണ് കൊടുത്തേ എല്ലാവരും ഏത് നിറമാണ് കൊടുത്തേ എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുമോ? ഏത് നിറം എല്ലാവരും കൊടുത്തേ? നിങ്ങളുടെ ഇഷ്ടമുള്ള നിറം എന്താ? ചിലർക്ക് ചുവപ്പായിരിക്കും, മഞ്ഞയായിരിക്കാം, പച്ചയായിരിക്കാം. അപ്പോൾ ഇഷ്ടമുള്ള നിറം എന്ത് ചെയ്യുക, കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇഷ്ടമുള്ള നിറം കൊടുത്ത് എന്ത് ചെയ്യാം, അത് ഫില്ല് ചെയ്യാം. ഓക്കെ, then അടുത്തത് അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ്, പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ, അതിൻ്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും കൊടുക്കാൻ. അപ്പോൾ പൂവ് പോലുള്ള ഒരു നക്ഷത്രത്തെ കണ്ടു, അതിൻ്റെ നടുവിൽ നമുക്ക് ഏത് നിറം കൊടുക്കാനാണ് പറഞ്ഞേ? മഞ്ഞ കൊടുക്കാനാട്ടോ പറഞ്ഞത്. അപ്പോൾ മഞ്ഞ കൊടുത്തു. ഇനിയോ അതിൻ്റെ ഇതളുകൾക്ക്, പൂവിൻ്റെ ഇതളുകൾ പോലെ ഇതളുകൾക്ക് എന്ത് ചെയ്യണം? പച്ച നിറം കൊടുക്കണം. മുഴുവനായി നിറം കൊടുക്കണം. മിസ് ഔട്ട്ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. എൻ്റെ മക്കൾ കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിറം കൊടുക്കണം. ഓക്കെ, മിസ് ഔട്ട്ലൈൻ മാത്രമേ വരച്ചോളൂ. നിങ്ങൾ കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിറം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, then ഇതെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തോ. എൻ്റെ മക്കൾക്ക് നിറം നൽകാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ മിസ് ഇതിലൊക്കെ വരച്ചപ്പോഴത്തേക്കിന് ഇത്തിരി അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പുറത്തൊന്നും പോകാതെ നല്ല ഭംഗിയായിട്ട് എൻ്റെ മക്കൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ?
ചെയ്തു എല്ലാവരും? അങ്ങനെയെങ്കിൽ ചെയ്ത് എല്ലാവരും വേഗം കുറച്ച് മിസ്സിന് കുറച്ച് ഹാർട്ട് വിത്ത് ഫയർ ഇമോജീസോ ഏതാണോ കയ്യിൽ കിട്ടുന്ന ഇമോജീസ് ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് എൻ്റെ മക്കള് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതേ അടുത്ത് നോക്കാം. അതിന് തൊട്ട് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രമാണ്? ഏത് നക്ഷത്രത്തിനാണ് നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത്? ഏത് നക്ഷത്രത്തിനാണ്? ഏത് നക്ഷത്രത്തിനാണ് മഞ്ഞ നിറം നൽകേണ്ടത്? ഉദിച്ച് നിൽക്കുന്നത് ആരാ മക്കളെ? എന്തായിരിക്കും എൻ്റെ മക്കൾ എഴുതിയിട്ടുണ്ടായ ഉത്തരം? നടുവിൽ മഞ്ഞ നിറം കൊടുക്കേണ്ട നക്ഷത്രം ഏതാണ് മക്കളെ? സൂര്യനാണ് കേട്ടോ. ഓക്കെ, സൂര്യനാണ്. അപ്പൊ ഈ ഉത്തരവും എല്ലാവരും കറക്റ്റ് ആക്കിയോ എൻ്റെ മക്കളെ? എല്ലാവരും ഈ ഉത്തരം കറക്റ്റ് ആക്കിയോ? യെസ്, എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടാകും. വളരെ സിമ്പിളായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത ആക്ടിവിറ്റി ഇത് നമ്മളെല്ലാവരും ചെയ്തു പഠിച്ചതാണ്. 2 പ്രാവശ്യം നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇന്നലെ നമ്മൾ പഠിച്ചു, അതിന് മുന്നേ നമ്മൾ ഇത് തന്നെ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വാഹനങ്ങളെ പഠിച്ചോളൂ. ഇപ്പൊ കുറച്ച് കൂടുതൽ വാഹനങ്ങളുടെ ചിത്രം തന്നെ ചോദിച്ചു എന്നേ ഉള്ളൂ. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രം തരും അല്ലെങ്കിൽ പേരുകൾ തന്നതിന് ശേഷം ചോദിക്കുമെന്ന്. അപ്പൊ ഇതേ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു. തരം തിരിക്കാം. ഇവിടെ ആരെ തന്നിട്ടുണ്ട്? ബസ് ഉണ്ട്, മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, സൈക്കിള്, തോണി, വിമാനം, തീവണ്ടി, കപ്പൽ, റോക്കറ്റ്, ലോറി, ഹെലികോപ്റ്റർ, ഇങ്ങനെ കുറേ വാഹനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഇവരെന്താ? വാഹനങ്ങളാണ്. ഇവയെ തരംതിരിക്കാൻ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ? ഏതൊക്കെ തരത്തിലാണ് നമ്മൾ തരംതിരിച്ചേ? മെയിൻലി നമുക്ക് 3 ഇവരെ തരംതിരിക്കാം അല്ലേ? എങ്ങനെയാ 3 തരംതിരിക്കുക? കരയിലൂടെ പോകുന്നത്, അതായത് നമ്മുടെ റോഡിലൂടെ പോകുന്നത്, വെള്ളത്തിലൂടെ, പിന്നെയോ ആകാശത്തിലൂടെ, ഇങ്ങനെ 3 തരംതിരിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ മിസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് തരംതിരിക്കുക എന്നുള്ളതും മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എൻ്റെ മക്കൾ എല്ലാവരും ഇത് തരം തിരിച്ചോ? ശരിയാക്കിയോ? അപ്പൊ മിസ് ഇവിടെ പറയാം. ബസ് ഏതിലൂടെ ആയിരിക്കും പോവാ? ബസ് ഏതിലെയാ? മിസ് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. കര. മണ്ണുമാന്തി യന്ത്രോ? കര. ഇനിയോ ബോട്ടോ? വെള്ളം. അതിന്റെ മുകളിൽ മിസ് എഴുതുന്നുണ്ട് കേട്ടോ. ബോക്സിൽ എഴുതിയാൽ നമ്മുടെ സമയം പോവും, അതുകൊണ്ടാണ് കേട്ടോ. തോണിയോ? തോണി എങ്ങനെയാ? വെള്ളം. സൈക്കിള്? കര. തീവണ്ടിയോ? തീവണ്ടി ഏതിലൂടെയാ മക്കളെ? കര. ഓക്കെ, വിമാനമോ? ആകാശം. കപ്പല്? കര. then അടുത്തത് റോക്കറ്റോ? റോക്കറ്റ് ഏതാ മക്കളെ? ആകാശം. അയ്യോ, കപ്പൽ മിസ് കര എഴുതി, സോറി, വെള്ളമാണ് കേട്ടോ. പെട്ടെന്ന് കര കൂടിയപ്പോഴത്തേക്കിന് വെള്ളം. ഓക്കെ, അടുത്തയോ? റോക്കറ്റ് ആകാശം, ലോറി കര, ഹെലികോപ്റ്റർ ആകാശം. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്ററിനെയൊക്കെ ശ്രദ്ധിക്കണം എൻ്റെ മക്കളെന്ന് കേട്ടോ. അപ്പോൾ ഇതേ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചൊരു ആക്ടിവിറ്റി അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് എഴുതാൻ പറ്റും എൻ്റെ മക്കൾക്ക്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കണേ, ചിലപ്പോൾ പിക്ചർ തരും അല്ലെങ്കിൽ പേരുകൾ മാത്രമായിട്ട് തരും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം കുറച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് മഞ്ഞ സ്നേഹങ്ങൾ തരുമോ മിസ്സിന്? അതേ നമ്മുടെ മഞ്ഞ സ്നേഹം കാണാൻ പറ്റുന്നുണ്ടോ? അതേ മിസ് ഇവിടെ മഞ്ഞ സ്നേഹം ഇട്ടു, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പോൾ അത് എന്ത് ചെയ്തു? നമ്മുടെ ബസ് കരമാർഗമാണ്, കരയിലൂടെയാണ്. മണ്ണുമാന്തി യന്ത്രം കരയാണ്. ബോട്ട് വെള്ളമാണ്. തോണി വെള്ളം. സൈക്കിൾ കര. തീവണ്ടി കര. വിമാനം ആകാശം. കപ്പൽ വെള്ളം. റോക്കറ്റ് ആകാശം, റോക്കറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോറി കര, അതുപോലെ ഹെലികോപ്റ്റർ ആകാശം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എല്ലാവരും ചെയ്തോ? അങ്ങനെയെങ്കിൽ അടുത്ത ആക്ടിവിറ്റി ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 കോളം, അതിൽ ഒരെണ്ണത്തിന് മാത്രമേ പേര് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി 2 എണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. വെള്ളത്തിലൂടെ, ആകാശത്തിലൂടെ, കരയിലൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി 2 എണ്ണം നമ്മൾ ആ കോളത്തിന് പേരും കൂടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. എങ്ങനെയാ കറക്റ്റായിട്ട് പേര് കൊടുത്താൽ? വെള്ളത്തിലൂടെ, ആകാശത്തിലൂടെ. ഓക്കെ, സെറ്റല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ അടുത്ത ആക്ടിവിറ്റി ടോയ് വെഹിക്കിൾ. അപ്പോൾ ഇതേ കുറച്ച് ടോയ്സിൻ്റെ പ്രൈസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? പ്രൈസാണ് കേട്ടോ. ഓക്കെ, യെസ്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, കുറച്ച് ടോയ്സിൻ്റെ പ്രൈസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, അതായത് വിലയാണ് തന്നിട്ടുള്ളത്. ട്രെയിൻ എത്ര രൂപയാണ് മക്കളെ? 55 രൂപ. ലോറി 41, എയ്റോപ്ലെയിൻ 80 രൂപ, കാറ് 30 രൂപ, ഓട്ടോറിക്ഷ 16 രൂപ. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും വില നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യത്തിൻ്റെ ഉത്തരം മിസ് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ദ പ്രൈസ് ഓഫ് ദ ടോയ് വെഹിക്കിൾസ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്, ചെറുതിൽ നിന്ന്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്, ചെറുത്
വലുത്, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് അപ്പുറത്തേക്ക് പോകണ്ട, അതിന് മുമ്പ് മിസ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ, നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ നിന്ന് നോക്കുക ഏറ്റവും ചെറുതാരാ, 1 2 3 4 5 6 7 8 പാടണമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 16 ഉണ്ട്, പിന്നെ 30 നമ്മൾ എഴുതി, പിന്നെ നമ്മുടെ 41 എഴുതി, 55 എഴുതി, ലാസ്റ്റ് 80 എഴുതി. തിരിച്ചെഴുതാനും മറിച്ചെഴുതാനും ഒക്കെ നമ്മൾ അടിപൊളിയായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മക്കൾക്ക് അതുകൊണ്ട് സിമ്പിളായി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ പ്രൈസ് ഫോർ എ ട്രെയിൻ ആൻഡ് എ കാർ. അപ്പോൾ ട്രെയിനും കാറിനും കൂടിയുള്ള ടോട്ടൽ പ്രൈസ് ആണ്. ടോട്ടൽ പ്രൈസ് അല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ എത്ര രൂപയാണെന്ന് കാണാനായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അത് രണ്ടും കൂടി കൂട്ടിയാൽ മതി നമുക്കറിയാം. അപ്പോൾ ട്രെയിനിന് ഇവിടെ 55 ആണ്, കാറിന് 30 രൂപയുമാണ്. ഓക്കെ, ട്രെയിനിന് 55 രൂപ, കാറിന് 30 രൂപയുമാണ്. അതെൻ്റെ മക്കൾക്ക് അറിയാലോ. ഇനി നമ്മളോട് ചോദിച്ചത് ടോട്ടൽ പ്രൈസ് ആണ്, അതായത് ആകെ മൊത്തത്തിലുള്ള വില ട്രെയിനിൻ്റെയും കാറിൻ്റെയും. അപ്പോൾ രണ്ടും കൂടി കൂട്ടുന്നു, 55ൻ്റെ കൂടെ 30 കൂട്ടി നമുക്ക് 85 എന്ന് കിട്ടുന്നു. ഓക്കെ, സെറ്റാണോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടോയ് ഹാസ് ദ ഹയസ്റ്റ് പ്രൈസ്. ഏറ്റവും വില കൂടുതലുള്ള ടോയ് ഏതാണ്? ഓക്കെ, ഏറ്റവും വില കൂടിയത്, ഏറ്റവും വില കൂടിയ ടോയ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും വില കൂടിയ ടോയ് ഏതാ മക്കളെ? എയ്റോപ്ലെയിൻ ആണ്. ഏറ്റവും വലിയ നമ്പർ, ലാർജസ്റ്റ് നമ്പറായിട്ട് നമ്മൾ എഴുതിയത് 80 ആണ്. അപ്പോൾ ഏറ്റവും വില കൂടിയ ടോയ് എന്ന് പറയുന്നത് എയ്റോപ്ലെയിൻ ആണ്. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, എയ്റോപ്ലെയിൻ ആണ്. എല്ലാവരും കറക്റ്റായിട്ട് അങ്ങനെ തന്നെ എഴുതിയോ എൻ്റെ മക്കൾ എല്ലാവരും? യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which all notes and coins can be used to buy a auto rickshaw of 16 rupees. അപ്പം നമുക്കിവിടെ നോട്ട്സ് തന്നിട്ടുണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട്, നോട്ട്സും കോയിൻസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, 16 രൂപയുടെ ഏതൊക്കെ, വിച്ച് ഓൾ നോട്ട്സ് ആൻഡ് കോയിൻസ്, ഏത് നോട്ടും ഏത് കോയിനും ഉപയോഗിച്ചാൽ യൂസ്ഡ് ടു ബൈ എ ടോയ് ഓട്ടോറിക്ഷ ഓഫ് 16 rupees. 16 രൂപയുടെ ഓട്ടോറിക്ഷ വാങ്ങാനായിട്ട് നമുക്ക് ഏതൊക്കെ കോയിൻസും ഏതൊക്കെ നോട്ട്സും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 10 ഉണ്ടല്ലോ, 10 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, 5ൻ്റെ നോട്ടുണ്ട്. അപ്പോൾ 10 എടുത്തു, 5 എടുത്തു, 10ഉം 5ഉം കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ? 10 + 5 15ആയി. 10ൻ്റെ കൂടെ 5 കൂട്ടി, അപ്പോൾ 15ആയി. അപ്പോൾ 16 രൂപയാണ്. താഴെ ഒരു 1 രൂപ കിടപ്പുണ്ട്, ആ 1 രൂപയും കൂടെ നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 15ൻ്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ എത്രയായി? 15 1 16, 15 + 1 16 ആയി. സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. വളരെ എളുപ്പമായിരുന്നു അല്ലേ? വളരെ എളുപ്പമായിരുന്നു, വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് മിസ് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തു, എല്ലാവർക്കും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. വളരെ സിമ്പിളായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ടതിന് ഒക്കെ ഉള്ള ഫലം കണ്ടു അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കമൊക്കെ കളഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ മക്കൾ പഠിച്ചതിനൊക്കെ കഷ്ടപ്പാടിനൊക്കെ അറിയില്ല, നമുക്ക് കിട്ടി. നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ എക്സാംസും നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് സന്തോഷത്തോടെ എഴുതണം. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മിസ്സിൻ്റെ മുഖത്തുള്ളതുപോലുള്ള ചിരി എൻ്റെ മക്കളുടെ മുഖത്തും വരണം അല്ലേ? വന്നിട്ടുണ്ടാവും. എല്ലാവർക്കും നല്ല ചിരിയോടെ സന്തോഷത്തോടെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക എൻ്റെ മക്കൾ, നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് മനസ്സിലായി നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഫലം നമുക്ക് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു. ഇനിയുള്ള എക്സാംസും നമുക്ക് ഇതുപോലെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് ലൈവിലൊക്കെ ജോയിൻ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, അവരും അറിയട്ടെ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു എന്നുള്ളത് എൻ്റെ മക്കളുടെ എല്ലാ ഫ്രണ്ട്സും അറിയട്ടെ. അപ്പോൾ ഇതേ എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യുക കൃത്യം 7:30. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ 2 ഉണ്ട്, ബാക്കി സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് ലൈവിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.